ഓം ശരവണഭുവായ നമ. എല്ലാവർക്കും നമസ്കാരം. വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ അശ്വതി നക്ഷത്രമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അശ്വതി നക്ഷത്രക്കാർ ഇവർ പൊതുവേ ബുദ്ധിയും ധൈര്യവും ഉള്ളവരുമായിരിക്കും. നല്ല സൗന്ദര്യമുള്ളവരുമാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവരും ആകുന്നതുമാണ്. ഈ അശ്വതി നക്ഷത്രത്തെക്കുറിച്ചിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ 2026 സമ്പൂർണ്ണ വർഷഫലത്തിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിന്ന് ഈ അധ്യായത്തിൽ കൂടെ മനസ്സിലാക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ചേറെ വിഷയങ്ങളാണ്. ആദ്യം തന്നെ അശ്വതി നക്ഷത്രം എന്നത് മേടം രാശിയിലെ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ഗണം ദേവഗണമാണ്. യോനി പുരുഷ യോനിയാണ്. മൃഗം കുതിരയാണ്. വൃക്ഷം കാഞ്ഞിരമാണ്. പക്ഷി പുള്ളാണ്. ഭൂതം ഭൂമിയാണ്. ദേവത അശ്വനി ദേവതകളാണ്. ഉപാസന മൂർത്തി എന്നത് ഗണപതി ഭഗവാനാണ്. ഭാഗ്യനിറം ചുമപ്പാണ്. ദശാനാഥൻ കേതുവാണ്. ഭാഗ്യസംഖ്യ 7ഉം 9ഉമാണ്. ഈ നക്ഷത്രക്കാർ ധരിക്കേണ്ടതായ രത്നം വൈഡൂര്യമാണ്. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങളെന്ന് പറയുന്നത് കാർത്തിക, മകയിരം, പുണർദം, വിശാഖം, 4-ാം പാദം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ ഉള്ളവരുമായും യാതൊരു വിധത്തിലുമുള്ള ഇടപാടുകളും നടത്താതിരിക്കുക. ഈ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതുമല്ല. ഈ നക്ഷത്രത്തിന് അല്ലെങ്കിൽ അശ്വതി നക്ഷത്രത്തിന് ഗണ്ഡാന്ത ദോഷമുള്ളതാണ്. ഗണ്ഡാന്ത ദോഷം നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിക്കുന്നവർക്കാണ് ഉള്ളത്. നക്ഷത്രം തുടങ്ങിയ 15 നാഴികയ്ക്കുള്ളിലുള്ള നക്ഷത്രത്തെയാണ് 1-ാം പാദമെന്ന് പറയുന്നത്. അപ്പം അവിടെ ഗണ്ഡാന്ത ദോഷം ആ നക്ഷത്ര ജാതകന് ഉണ്ടാകുന്നതാണ്. ആ ഗണ്ഡാന്ത ദോഷം ഉള്ളവരാണെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള 1-ാം പാദത്തിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു 7 മാസം മുടങ്ങാതെ ജലധാര നടത്തുന്നത് ഏറെ ഗുണമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ നക്ഷത്രങ്ങളുടെ ദശാകാലങ്ങളിൽ രവിദശ, കുജദശ, വ്യാഴദശ ഈ നക്ഷത്രക്കാർക്ക് ഈ 3 ദശാകാലങ്ങളും ദോഷകാലമായിട്ടാണ് കാണപ്പെടുന്നത്. ഏകദേശം കേതുർദശ 3.5 വയസ്സ് വരെയും ശുക്രദശ 3.5 വയസ്സ് മുതൽ 23.5 വയസ്സ് വരെയുമാണ്. രവിദശ 23.5 വയസ്സ് മുതൽ 29.5 വയസ്സ് വരെയുമാണ്. ചന്ദ്രദശ 29.5 വയസ്സ് മുതൽ 39.5 വയസ്സ് വരെയാണ്. കുജദശ 39.5 വയസ്സ് മുതൽ 46.5 വയസ്സ് വരെയുമാണ്. രാഹുർ ദശ 46.5 വയസ്സ് മുതൽ 64.5 വയസ്സ് വരെയും. വ്യാഴദശ 64.5 വയസ്സ് മുതൽ 80.5 വയസ്സ് വരെയുമാണ്. ശനിദശ 80.5 വയസ്സ് മുതൽ 99.5 വയസ്സ് വരെയുമാണ്. ഇവിടെ രവിദശയും കുജദശയും വ്യാഴദശയും
ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷകാലങ്ങൾ ഭവിക്കുന്ന കാലം, ദോഷഫലവും ഗുണവും ഉണ്ടാകുന്ന ദശകളാണ്. അപ്പോൾ രവിദശ തുടങ്ങുന്നത് 23.5 വയസ്സ് മുതൽ 29.5 വയസ്സ് വരെയും ദോഷകാലമായി കാണപ്പെടുന്നു. കുജദശ 39.5 വയസ്സ് മുതൽ 46.5 വയസ്സ് വരെയും, വ്യാഴദശ 64.5 വയസ്സ് മുതൽ 80.5 വയസ്സ് വരെയുമാണ്. അപ്പോൾ ഈ ദശാസമയങ്ങൾ ദോഷകാലമായിട്ട് ഉള്ളതായി കാണപ്പെടുന്നു. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുന്നതായിട്ടുള്ള വഴിപാടുകൾ ചെയ്താൽ ആ ദോഷകാലങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാകുന്നതാണ്. നമ്മുടെ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് ഏറെ ഗുണമാണ്. അശ്വതി, മകം, മൂലം നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും ഏറെ ഉത്തമമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി ഭഗവാനെ ആരാധിക്കുന്നതും ഏറെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ദശാകാലങ്ങളിൽ ഗണപതി ഭഗവാനെയും ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയെയും നന്നായിട്ട് പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകുന്നത് ഈ ദോഷകാലങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാവുന്നതുമാണ്. ഈ നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതി സ്ത്രീ നക്ഷത്രമാണെങ്കിൽ പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അശ്വതി, ഭരണി, രോഹിണി, പൂയം, മകം, പൂരം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, മകരക്കൂറ്, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഈ പറഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങൾ പുരുഷ നക്ഷത്രങ്ങളാണ്. അപ്പോൾ അശ്വതി നാളിൽ ജനിക്കുന്ന സ്ത്രീ നക്ഷത്രത്തിന് പുരുഷ നക്ഷത്രങ്ങൾ ഇവയാണ് ഉത്തമമായിട്ട് വരുന്നത്. ഇനി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷ നക്ഷത്രങ്ങൾക്ക് സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, പൂരാടം, ഉത്രാടം, അവിട്ടം, മകരക്കൂറ്, പൂരുരുട്ടാതി, രേവതി. ഇവ സ്ത്രീ നക്ഷത്രങ്ങളാണ്. അപ്പോൾ അശ്വതി നക്ഷത്രം പുരുഷനാണെങ്കിൽ സ്ത്രീ നക്ഷത്രം ഇവയാണ്. ഇവയൊക്കെ ഉത്തമ മധ്യമ പൊരുത്തങ്ങളാണ്. ജാതക പൊരുത്തം കൂടെ നോക്കി ജാതകത്തിലെ സ്ഥാനമാനങ്ങളൊക്കെ കൃത്യമായി നോക്കിയാണ് പൂർണ്ണമായ ഒരു ഫലം പൊരുത്തങ്ങൾ കാണാൻ കഴിയുന്നത്. ഇവിടെ നക്ഷത്ര പൊരുത്തം മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. ഓരോ നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞിട്ടുള്ള ജാതകത്തിലെ മാറ്റങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നതുമാണ്. വേൽമുരുക ജ്യോതിഷം ചാനലിൽ വരുന്ന വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷപരവും വാസ്തുപരമായ നല്ല അറിവുകൾ നിങ്ങളിലെത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.